നമസ്കാരം. ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. 2008 ഒരേ കുടുംബത്തിലെ 3 പേരെ ദുരൂഹമായി കാണാതാകുന്നു. വർഷങ്ങളോളം അവർ എവിടെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അന്വേഷണം നടന്നെങ്കിലും ഒരു വ്യക്തമായ തുമ്പും ലഭിച്ചില്ല. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരു യുവതിയുടെ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ രാജ്യം മുഴുവൻ ഞെട്ടിച്ചു. ആ ഒറ്റ വെളിപ്പെടുത്തൽ പോലീസിനെ വീണ്ടും അന്വേഷണത്തിലേക്ക് നയിച്ചു. ഒടുവിൽ പുറത്തു വന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഭീകര സത്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരായിരുന്നു കൊലയാളി? എങ്ങനെയാണ് വർഷങ്ങളായി മറഞ്ഞുകിടന്ന ഈ രഹസ്യം പുറംലോകം അറിഞ്ഞത്? ഇന്നത്തെ ക്രൈം ഡീകോഡ് മലയാളത്തിൽ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയെ ഞെട്ടിച്ച ഈ യഥാർത്ഥ ട്രിപ്പിൾ മർഡർ കേസ്. 2012 മെയ് 15 ചെന്നൈ ടി നഗറിലുള്ള സി തമിഴ് ചാനലിൻ്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. വിളിച്ചത് സതീഷ് കുമാർ എന്ന 24 വയസ്സുകാരനാണ്. സൊൽവതെല്ലാം ഉണ്മൈ എന്ന റിയാലിറ്റി ഷോയിൽ തങ്ങളുടെ വിഷയം അവതരിപ്പിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരണമെന്നുമായിരുന്നു സതീഷ് കുമാറിൻ്റെ ആവശ്യം. വിളപ്പുറം ഡിസ്ട്രിക്റ്റിലെ എം കൊച്ചുപാളയം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സതീഷ് കുമാറും ഭാർഗവിയും പ്രണയത്തിലായിരുന്നു. എന്നാൽ ഭാർഗവിയുടെ അച്ഛൻ മുരുകൻ ആ ബന്ധത്തെ ശക്തമായി എതിർത്തു. വേറെ നിവൃത്തിയില്ലാതെ വന്നതോടെ ഭാർഗവി സതീഷ് കുമാറിനോടൊപ്പം ഇറങ്ങിപ്പോയി. നിലവിൽ അവരെ സംരക്ഷിക്കുന്നത് സതീഷ് കുമാറിൻ്റെ പേരൻസാണ്. എന്നാൽ മുരുകൻ അവരെ രണ്ടുപേരെയും കൊന്നുകളയുമെന്ന് പറഞ്ഞ് തുടർച്ചയായി ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ സതീഷ് കുമാറിനും ഭാർഗവിക്കും പല സ്ഥലങ്ങളിലായി ഒളിച്ചു താമസിക്കേണ്ട അവസ്ഥയാണ്. ഈ വിഷയം എത്രയും പെട്ടെന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലായതോടെയാണ് സതീഷ് കുമാർ സി തമിഴ് ചാനലിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. സംഭവത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതോടെ സൊൽവതെല്ലാം ഉണ്മൈ ടീം ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരുടെയും പേരൻസിനോട് സംസാരിക്കുകയും സി തമിഴിൻ്റെ ടി നഗറിലുള്ള സ്റ്റുഡിയോയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. മെയ് 17 ഷൂട്ട് പ്ലാൻ ചെയ്തത്. അതിനു മുൻപ് തന്നെ സൊൽവതെല്ലാം ഉണ്മൈ പ്രോഗ്രാമിൻ്റെ ആങ്കർ നിർമ്മല പെരിയസ്വാമി സതീഷ് കുമാറിനോടും ഭാർഗവിയോടും സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മനസ്സിലാക്കി വെച്ചിരുന്നു. അങ്ങനെ ഇരു കുടുംബങ്ങളും മെയ് 21 ടി നഗറിലുള്ള സി തമിഴിൻ്റെ സ്റ്റുഡിയോയിൽ എത്തി. സതീഷ് കുമാറും ഭാർഗവിയും, സതീഷ് കുമാറിൻ്റെ അച്ഛൻ കുമാർ, അമ്മ സരോജ എന്നീ 4 പേർ ഒരു വശത്തും ഭാർഗവിയുടെ അച്ഛൻ മുരുകനും അമ്മ രാജേശ്വരിയും അവർക്ക് എതിർവശത്തും ഇരുന്നു. ഇരു കൂട്ടർക്കും നടുക്കായി ആങ്കർ നിർമ്മല പെരിയസ്വാമിയും ഇരുന്നതോടെ എല്ലാ ക്യാമറകളും ഓണായി ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇരു കൂട്ടർക്കും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തുടങ്ങിയതോടെയാണ് നിർമ്മല പെരിയസ്വാമിക്ക് ഒരു കാര്യം മനസ്സിലായത്. സതീഷ് കുമാറിനോടൊപ്പം വീട് വിട്ടിറങ്ങിപ്പോയ ഭാർഗവിക്ക് 17 വയസ്സ് തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. +2 പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ അവൾ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി തങ്ങൾ പ്രണയത്തിലാണെന്നും പേരൻസ് എതിർത്തതുകൊണ്ട് മാത്രമാണ് തങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്നുമാണ് ഭാർഗവി പറഞ്ഞത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പഠനത്തിൽ ശ്രദ്ധിക്കാതെ പ്രേമിച്ചു നടന്നാൽ വീട്ടുകാർ എതിർക്കുന്നത് സ്വാഭാവികമാണെന്നും അതുകൊണ്ട് തന്നെ പേരൻസിനോടൊപ്പം പോകുന്നതാണ് ഉചിതമെന്നും നിർമ്മല പെരിയസ്വാമി പറഞ്ഞതോടെ ഭാർഗവി കരയാൻ തുടങ്ങി. എനിക്ക് വീട്ടിലേക്ക് പോകണ്ട എന്നും അച്ഛൻ തന്നെ കൊല്ലുമെന്നും പറഞ്ഞാണ് ഭാർഗവി കരഞ്ഞു തുടങ്ങിയത്. താൻ വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് തന്നെ അച്ഛൻ തൻ്റെ കഴുത്തിൽ കത്തിവെച്ച് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചും ഭാർഗവി പറഞ്ഞു. ഇതെല്ലാം കാമുകനോടൊപ്പം പോകുന്നതിനായി ഭാർഗവി നുണ പറയുന്നതാണ് എന്നാണ് നിർമ്മല പെരിയസ്വാമി ചിന്തിച്ചത്. പക്ഷെ പിന്നീട് ഭാർഗവി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത്. തൻ്റെ അച്ഛൻ തന്നെ പലതവണ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നും കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞപ്പോൾ പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്, ആരും ഒന്നും വിശ്വസിക്കില്ല, ഇനി അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ നിന്റെ അച്ഛൻ നിന്നെ കൊലപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അമ്മ ചെയ്തതുമെന്നുമാണ് ഭാർഗവി പറഞ്ഞത്. ഈ ആരോപണങ്ങൾ മുരുകനും രാജേശ്വരിയും നിഷേധിച്ചതിൽ ദേഷ്യം വന്ന ഭാർഗവി മറ്റു ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി. താൻ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അച്ഛൻ തന്നെ കൊലപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അയാൾക്ക് അത് ചെയ്ത് മുൻപരിചയമുണ്ട്. സ്വന്തം കൂട്ടുകാരനെയും അദ്ദേഹത്തിൻ്റെ മകളെയും മരുമകനെയും കൊന്ന് ഞങ്ങളുടെ വീടിന് മുന്നിൽ കുഴിച്ചിട്ട വ്യക്തിയാണ് തൻ്റെ അച്ഛനെന്നായിരുന്നു ഭാർഗവിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഇത് കേട്ടയുടനെ ഭാർഗവി പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ് മുരുകൻ ഉറക്കെ നിലവിളിച്ചു. രാജേശ്വരിയും മകൾ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭാർഗവിയുടെ സംസാരം തടസ്സപ്പെടുത്തി.
ഈ സമയം ഇതെല്ലാം കേട്ട് ഷോക്കായിരിക്കുകയായിരുന്നു ആങ്കർ നിർമ്മല പെരിയസ്വാമി, ആ ഷോയുടെ അണിയറ പ്രവർത്തകരും. കാരണം ഭാർഗവി ഉന്നയിച്ചിരിക്കുന്നത് നിസ്സാരമായ ആരോപണങ്ങൾ അല്ല. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ, അതും സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. കൂടാതെ 3 പേരെ കൊന്നു കുഴിച്ചുമൂടി. ഭാർഗവി പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഒരു പക്ക ക്രിമിനലാണ് തങ്ങളുടെ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് സൊൽവതെല്ലാം ഉണ്മൈ എന്ന റിയാലിറ്റി ഷോയുടെ അണിയറ പ്രവർത്തകർക്ക് മനസ്സിലായി. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ആ ആരോപണങ്ങളെ ശരിവയ്ക്കും വിധത്തിൽ ഉള്ളതായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മുരുകൻ ആ നിമിഷം തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി. നിറകണ്ണുകളോടെ ആങ്കർ നിർമ്മല പെരിയസ്വാമിയുടെ മുന്നിലെത്തിയ രാജേശ്വരി ഈ പ്രോഗ്രാം TV-യിൽ കാണിക്കരുത് എന്നു പറഞ്ഞ് അവരുടെ കാലിൽ വീണ് അപേക്ഷിച്ചു. ഇത് കണ്ട് തിരിച്ചു വന്ന മുരുകനും പ്രോഗ്രാം TV-യിൽ കാണിക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം മുരുകനും രാജേശ്വരിയും ആ സ്റ്റുഡിയോയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഇതോടെ ഭാർഗവി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഈ സംഭവം എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുന്നതിനു പകരം സീ തമിഴ് ചാനൽ അവരുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണ് ചെയ്തത്. ചാനൽ പ്രവർത്തകർ 2 സംഘങ്ങളായി തിരിഞ്ഞ് ഒരു സംഘം കൊച്ചി പാളയത്തെ മുരുകൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ മറ്റൊരു സംഘം മുരുകൻ കൊന്നു കുഴിച്ചുമൂടി എന്ന് പറഞ്ഞ് ആളുകളെക്കുറിച്ച് അന്വേഷിക്കാനായി പോയി. ശേഖരൻ്റെ മകൾ ലാവണ്യ, ലാവണ്യയുടെ ഭർത്താവ് ശിലംബരസൻ എന്നിവരെയാണ് കാണാതായത്. കഴിഞ്ഞ 4 വർഷമായി അവർ മിസ്സിംഗ് ആണെന്നും അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നും ചാനലുകാർക്ക് അവിടെ നിന്ന് മനസ്സിലായി. ഇതേസമയം T-നഗറിലെ സീ തമിഴ് ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിയ മുരുകനും രാജേശ്വരിയും കൊച്ചുപാളയത്തെ അവരുടെ വീട്ടിലേക്കല്ല പോയിരിക്കുന്നത്. ഒരുപക്ഷെ അവർ ഒളിവിൽ പോയി കാണുമെന്ന് ചാനലുകാർ ചിന്തിച്ചു. എന്നിട്ടും അവരത് പോലീസിൽ അറിയിച്ചില്ല. ചാനലുകാരെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിട്ടുള്ളത് സെൻസേഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അങ്ങനെ അവർ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് ഈ സംഭവത്തിൽ ഇടപെട്ടു. അന്നത്തെ വിളിപ്പുറം റേഞ്ച് DIG ആയിരുന്ന K. ഷൺമുഖവേൽ സീ തമിഴ് ചാനലിൻ്റെ പ്രവർത്തികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. കാരണം ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത് മെയ് 17-നാണ്. എന്നാൽ ടെലികാസ്റ്റ് ചെയ്തത് മെയ് 28-നും. ഇതിനിടയിലുള്ള വിലപ്പെട്ട ദിവസങ്ങളിൽ പ്രതികൾ തെളിവ് നശിപ്പിക്കാം, അല്ലെങ്കിൽ രാജ്യം വിടാം, അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്നേക്കാം. ഇതിനെല്ലാം പുറമെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ഭാർഗവിയുടെ ജീവൻ പ്രതികൾ അപായപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇതിനെല്ലാം ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണ് DIG ചോദിച്ചത്. ഇതിനു പിന്നിലുള്ള സത്യം കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു. ആ സമയത്താണ് കാണാതായ ശേഖറിൻ്റെ ഭാര്യയും ലാവണ്യയുടെ അമ്മയുമായ ജീവശേഖർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ശേഖറും ഭാർഗവിയുടെ അച്ഛൻ മുരുകനും സുഹൃത്തുക്കളാണ്. അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്തിരുന്നു എന്നുകൂടി ജീവശേഖർ പറഞ്ഞതോടെ ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ സത്യമാവാൻ സാധ്യതയുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവർ മുരുകൻ്റെ വീട്ടുമുറ്റത്ത് കുഴിയെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും എല്ലാം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. മുരുകൻ്റെ വീടിന് മുന്നിലുള്ള ഒരു പഴയ കിണറിലാണ് ഡെഡ് ബോഡികൾ മൂടിയിരിക്കുന്നത് എന്നാണ് ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ JCBകൾ ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയെടുത്ത് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് തലയോട്ടികളും എല്ലിൻ കഷ്ണങ്ങളും ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ അന്വേഷണങ്ങൾക്കായി DNA പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി. അതിനൊപ്പം തന്നെ ഒളിവിൽ പോയ മുരുകനെയും രാജേശ്വരിയെയും കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. മുരുകനെയും രാജേശ്വരിയെയും ട്രേസ് ചെയ്ത പോലീസ് ഒടുവിൽ അവരെ കണ്ടെത്തി. അവരുടെ വീടിന് മുന്നിൽ പ്രസ് എന്ന ലേബലോട് കൂടിയ ഒരു വാഹനം വന്നു നിന്നു. ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ കുറച്ച് മാധ്യമപ്രവർത്തകർ തങ്ങൾ സീ തമിഴ് ചാനലിൽ നിന്നാണെന്നും നിങ്ങളുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം ഒരു എപ്പിസോഡ് കൂടി ചെയ്യാൻ തങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പലതും പറഞ്ഞ് മുരുകനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് അവരെ അവിടെ നിന്നും കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ DNA പരിശോധനാ ഫലവും പുറത്തു വന്നിരുന്നു. കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ശേഖർ, ലാവണ്യ, ശിലംബരസൻ എന്നിവരാണെന്ന് ഉറപ്പിച്ചു. എല്ലാ തെളിവുകളും തനിക്കെതിരായി എന്ന് മനസ്സിലായതോടെ മുരുകൻ കുറ്റസമ്മതം നടത്തി. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പുറം ജില്ലയിലെ നല്ലാൻപിള്ളെ പെട്രോൾ എന്ന ഗ്രാമത്തിൽ തന്നെയാണ് മുരുകൻ ജനിച്ചതും വളർന്നതും. മുരുകനും രാജേശ്വരിക്കും 3 കുട്ടികളാണുള്ളത്. മൂത്തയാളാണ് ഭാർഗവി. താഴെയുള്ളത് 2 ആൺകുട്ടികളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി.
കടുത്ത മദ്യപാനിയായിരുന്ന മുരുകൻ പല സമയങ്ങളിലും സ്വന്തം മകളായ ഭാർഗവിയോട് മോശമായി പെരുമാറുമായിരുന്നു. അമ്മ രാജേശ്വരിയോട് പരാതി പറയുകയും എന്നാൽ രാജേശ്വരി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ആരും നിന്നെ വിശ്വസിക്കില്ല എന്നും അത് കൂടുതൽ നാണക്കേടുണ്ടാക്കും എന്നുമായിരുന്നു രാജേശ്വരി പറഞ്ഞത്. ഇതോടുകൂടി ആ വീട്ടിലെ ജീവിതം ഭാർഗവിക്ക് നരകതുല്യമായി മാറി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നും താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം ആരോടെങ്കിലും തുറന്നു പറയണമെന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാർഗവി ആ നടക്കുന്ന കാര്യം അറിയുന്നത്. അന്നവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. ഒരു ദിവസം ഭാർഗവിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചപ്പോൾ അവൾ ശക്തമായി എതിർത്തു. അതോടുകൂടി ദേഷ്യം വന്ന മുരുകൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ആ സമയത്താണ് രാജേശ്വരി ഭാർഗവിയോട് അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ നിന്നെ കൊന്നു കുഴിച്ചു മൂടുമെന്നും അയാൾക്ക് അത് ചെയ്ത് മുൻപരിചയമുണ്ട് എന്നുള്ള കാര്യവും. അങ്ങനെയാണ് സ്വന്തം കൂട്ടുകാരനെയും അദ്ദേഹത്തിൻ്റെ മകളെയും മരുമകനെയും കൊന്നു കുഴിച്ചു മൂടിയ കഥ ഭാർഗവി അറിയുന്നത്. കാർപ്പൻ്ററായിരുന്ന മുരുകന് ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ഷോപ്പിൽ പാർട്ണർഷിപ്പ് ഉള്ള വ്യക്തിയാണ് ശേഖർ. ഇരുവരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. അവർ ഒരുമിച്ചാണ് ആ സ്ഥാപനം നടത്തിയിരുന്നത്. ഇവരുടെ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് സിലംബരസൻ. അച്ഛനെ കാണാനായി ലാവണ്യ പലപ്പോഴും ആ ഷോപ്പിലേക്ക് വന്നിരുന്നു. അങ്ങനെ ലാവണ്യയും സിലംബരസനും തമ്മിൽ പരിചയപ്പെടുകയും അവരുടെ പരിചയം പ്രണയമായി മാറുകയും ചെയ്തു. നാടോടി വിഭാഗത്തിൽപ്പെട്ട ശേഖരൻ്റെ മകളുമായി മകൻ പ്രണയത്തിലാണെന്ന് സിലംബരസൻ്റെ പേരൻസ് അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവർ ആ ബന്ധത്തെ എതിർത്തു. എതിർപ്പുകളെ അവഗണിച്ച ശേഖരൻ ലാവണ്യയുടെയും സിലംബരസൻ്റെയും വിവാഹം നടത്തിക്കൊടുത്തു. സിലംബരസൻ്റെ കുടുംബത്തിൽ നിന്നും ശക്തമായ എതിർപ്പുള്ളതുകൊണ്ട് തന്നെ അവരെ തൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ ശേഖരൻ ലാവണ്യയ്ക്കും സിലംബരസനും കുറച്ചുനാൾ മാറി താമസിക്കുന്നതിനായി മുരുകനോട് പറഞ്ഞു. അങ്ങനെയാണ് മുരുകൻ ലാവണ്യയെയും സിലംബരസനെയും തൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. പോകെ മുരുകനുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ സിലംബരസനും കടുത്ത മദ്യപാനിയായി തീർന്നു. ലാവണ്യയോടൊപ്പമുള്ള ജീവിതം അവനും അടുത്തു തുടങ്ങി. ഇതെല്ലാം മനസ്സിലാക്കിയ മുരുകൻ ആ അവസരം മുതലെടുത്തു. മദ്യലഹരിയിലായിരുന്ന മുരുകൻ ലാവണ്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ഡെഡ് ബോഡി വീടിന് സമീപത്തുള്ള വെള്ളമില്ലാത്ത പഴയ കിണറിനകത്ത് കുഴിച്ചുമൂടി. ഇതെല്ലാം ചെയ്യാൻ സിലംബരസനും മുരുകന് കൂട്ടുനിന്നു. മകളുടെ സുഖവിവരം തിരക്കാൻ വന്ന ശേഖരനെയും മദ്യത്തിൽ വിഷം കലർത്തി മുരുകൻ കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ശേഖരൻ്റെ ഡെഡ് ബോഡിയും ആ കിണറിനകത്താക്കി കുഴിച്ചുമൂടി. എന്നാൽ ഇതിനെല്ലാം സാക്ഷിയായ സിലംബരസനെ വെറുതെ വിട്ടാൽ താൻ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയ മുരുകൻ അവനെയും കൊലപ്പെടുത്തുകയായിരുന്നു. 3 ഡെഡ് ബോഡികളും ആ കിണറിനകത്താക്കി കുഴിച്ചിട്ടതിന് ശേഷം ആ കിണർ മണ്ണിട്ട് മൂടുകയായിരുന്നു ചെയ്തത്. 2008 ഈ കൊലപാതകങ്ങൾ നടന്നത്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഭാർഗവി ഞെട്ടിവിറച്ചു. ഒരു ക്രിമിനലായ അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ പോലും അവൾ പിന്നീട് ഭയപ്പെട്ടു. അതിനുശേഷം എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാർഗവി സതീഷ് കുമാറിനെ പരിചയപ്പെടുന്നതും അവനുമായി അടുപ്പത്തിലാകുന്നതും. അങ്ങനെ +2 കഴിഞ്ഞതോടെ അവൾ സതീഷ് കുമാറിനോടൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. ഇന്നവൾ എഞ്ചിനീയറിംഗ് പഠനമെല്ലാം പൂർത്തിയാക്കി സതീഷ് കുമാറിനോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. 8 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം 2020 ഈ കേസിലെ വിധി വന്നത്. ഈ കൊലപാതകങ്ങൾക്ക് മൗനസാക്ഷിയായിരുന്ന രാജേശ്വരി കോടതി വെറുതെ വിട്ടു. ഇതിൻ്റെയെല്ലാം മാസ്റ്റർ മൈൻഡായ മുരുകന് 3 ജീവപര്യന്തമാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. ഇതായിരുന്നു വർഷങ്ങളോളം ദുരൂഹമായി മറഞ്ഞുകിടന്ന ഈ കേസിൻ്റെ കഥ. ഒരു അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ എങ്ങനെ അന്വേഷണത്തിന് വഴിത്തിരിവായി മാറിയെന്നത് ഈ കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ ക്രൈം കേസുകളുടെ വിശകലനങ്ങൾക്കായി ക്രൈം ഡീകോഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കേസുമായി വരാം. നന്ദി, നമസ്കാരം.